തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടക്കുക. കോടതി സ്വമേധയാ എടുത്ത കേസിൽ കഴിഞ്ഞ 2 ദിവസമായി വാദം തുടരുകയാണ്. ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസവും കേസ് പരിഗണിച്ച കോടതി മൃഗസ്നേഹികളെ പരിഹസിച്ചിരുന്നു. നായകളും പൂച്ചകളും ശത്രുക്കളാണ്. പൂച്ചയാണെങ്കിൽ എലിയെ കൊല്ലുകയും ചെയ്യും. അതിനാൽ നമ്മൾ ഇനി പൂച്ചകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാമെന്നായിരുന്നു ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ പരാമർശം. സ്ഥാപന മേഖലകളിൽ നിന്ന് നായ്ക്കളെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയ മുതിർന്ന അഭിഭാഷകൻ CU സിംഗിന്റെ വാദങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരിഹാസം. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടക്കുക. കോടതി സ്വമേധയാ എടുത്ത കേസിൽ കഴിഞ്ഞ 2 ദിവസമായി വാദം തുടരുകയാണ്. ജസ്റ്റിസ് വിക്രം നാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. കഴിഞ്ഞ ദിവസവും കേസ് പരിഗണിച്ച കോടതി മൃഗസ്നേഹികളെ പരിഹസിച്ചിരുന്നു. നായകളും പൂച്ചകളും ശത്രുക്കളാണ് എന്നും പൂച്ചകളാണെങ്കിൽ എലിയെ കൊല്ലുകയും ചെയ്യും. അതിനാൽ നമ്മൾ ഇനി പൂച്ചകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കാമെന്നായിരുന്നു ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ പരാമർശം. സ്ഥാപന മേഖലകളിൽ നിന്നും നായ്ക്കളെ പെട്ടെന്ന് നീക്കം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകിയ മുതിർന്ന അഭിഭാഷകൻ CU സിംഗിന്റെ വാദങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടെയായിരുന്നു കോടതിയുടെ പരിഹാസം. ഇന്നലെയും മൃഗസ്നേഹികൾക്കെതിരെ ഒരു പരിഹാസ രൂപേണയാണ് കോടതി വാദത്തിനിടെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ മൃഗസ്നേഹികളെ പരിഹസിച്ചുകൊണ്ട് കോടതി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. നായ്ക്കൾക്ക് ഇനി കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ബാക്കിയുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി സൂചിപ്പിച്ചിരുന്നു. ഇന്നലെയും വാദം കേൾക്കുന്നതിനിടയിൽ മൃഗസ്നേഹികൾക്കെതിരെ ഒരു പരിഹാസമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നായകളും പൂച്ചകളും ശത്രുക്കളാണ് എന്നും പൂച്ചകളാണെങ്കിൽ എലിയെ കൊല്ലുകയും ചെയ്യും എന്നതാണ്. അതിനാൽ തന്നെ നമ്മൾ ഇനി പൂച്ചകളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കണമെന്നായിരുന്നു ജസ്റ്റിസ് സന്ദീപ് മേത്തയുടെ പരാമർശം. ഇന്നും തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി വീണ്ടും ഇന്നും പരിഗണിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദമാണ് ഇന്ന് നടക്കുക. കോടതി സ്വമേധയാ എടുത്ത കേസിൽ കഴിഞ്ഞ 2 ദിവസമായി വാദം തുടരുകയാണ്.